എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കല്ലേ? അപ്പോൾ ഞാൻ ദേ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുത്തേക്കാന്ന്. സാധാരണ നമ്മളിങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുമ്പോൾ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ റാൻഡം ആയിട്ട് പ്രൊഡക്ട്സ് ഒക്കെ കാണിച്ച് അങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെയാണ് എടുക്കുക. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല സമയമുണ്ട്, ഒരു ലോങ് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡിലൊക്കെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്നെന്തായാലും നമുക്കൊരു ലോങ് ഗെറ്റ് റെഡി വിത്ത് മീ തന്നെ ആവാം. പിന്നെ ഫസ്റ്റ് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ അത്ര പ്രോ ആയിട്ട് മേക്കപ്പ് ഇടുന്ന ആളൊന്നുമല്ല, അത്യാവശ്യം തരക്കേടില്ലാതെ കുഴപ്പമില്ലാതെ ചെയ്യും, അത്രേ ഉള്ളൂ. കുറച്ച് നാൾ മുമ്പ് വരെ എനിക്കിതിൻ്റെ ABCD പോലും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഓരോ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ നോക്കി ട്രൈ ചെയ്ത് കുറച്ചൊക്കെ പഠിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ ബിഗിനേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും കേട്ടോ. ഒരു 200-300 ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും. 200-300 എന്താ പൈസയല്ലേ, അത് അഫോർഡബിൾ ആണോ എന്നൊക്കെ ചോദിക്കരുത്. കാരണം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മേക്കപ്പ് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സിനൊക്കെ ഈ ഒരു റേറ്റ് വരും, മിനിമം ഈ ഒരു റേറ്റ് വരും. സോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അഫോർഡബിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ ഞാൻ പറ്റുന്നത്ര ബ്ലറാക്കി വെക്കാനായിട്ട് നോക്കാം. എന്നാലും അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കരുത്, കാരണം ഇതൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്. കുറേ പേര് ഹോം ടൂർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ ഹോം റെഡി ആയിട്ടില്ല. ബാക്കിൽ കാണുന്ന ജനലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഡോർ വരെ നമ്മൾ പിടിപ്പിച്ചിട്ടില്ല. പിന്നെ മെയിൻ ഡോർ പിടിപ്പിക്കാനുണ്ട്, ലൈറ്റും കാര്യങ്ങളും ഫാനും അങ്ങനത്തെ സംഭവങ്ങൾ വയറിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ചാൾ നിർത്തി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ദൈവം സഹായിച്ച് വേഗം തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഹോം ടൂർ ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ പല ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്ട്സ് ആണ്. ഇതൊന്നും സ്പോൺസേർഡ് അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് പ്രൊമോഷനായിട്ട് കിട്ടിയതുകൊണ്ട് അതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ പ്രൊമോഷനായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൽ കാണിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷന് മാത്രമല്ല, ഇനി ഓണം വരുന്നുണ്ട്, ക്രിസ്മസ് വരുന്നുണ്ട്, അങ്ങനത്തെ ഓരോരോ ഫംഗ്ഷനും നമുക്ക് എന്തായാലും നെസസറി ആയിട്ട് വേണ്ട കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത്. നല്ല പ്രൊഡക്ട്സ് ആണോ, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെയാണ് ഞാൻ ഇതിൻ്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മുടെ ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വന്നിട്ട്. ഇത് മാമ എർത്തിൻ്റെ ചിയ ഓയിൽ ഫ്രീ ഫേസ് വാഷ് ആണ്. നല്ലൊരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതെനിക്ക് പ്രൊമോഷനായിട്ട് കിട്ടിയതാണ്. പക്ഷേ പ്രൊമോഷൻ കിട്ടിയ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫേസ് വാഷ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അത്യാവശ്യം എയർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ പറ്റുന്ന പോലെ കാണിച്ചു തരാം, ഫോക്കസ് ആവട്ടെ. ഓക്കെ, കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ എയർ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത്യാവശ്യം ഞാൻ യൂസ് ചെയ്ത് ഇന്ന് തന്നെ ഞാൻ പിഴിഞ്ഞാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. നല്ലൊരു ഫേസ് വാഷാണ്, ഒരു മൈൽഡ് സ്ക്രബൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജനറലി നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്, നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസറായിട്ട് മാമാർത്തിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. റൈസ് ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോൺസിൻ്റെ മോയ്സ്ചറൈസേഴ്സ് ഉണ്ടാവും. 2 മോയ്സ്ചറൈസർ ഉണ്ട്, ഒരു ബ്ലൂ കളറിലെ ടിന്നിൽ വരുന്നത്. അത് നല്ലതാണ്. എൻ്റെ ഏകദേശം തീർന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത്. അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു മോയ്സ്ചറൈസറാണ്, നല്ലതാണ് കേട്ടോ. അത്യാവശ്യം നല്ലോണം ഹൈഡ്രേറ്റ് ആക്കി നിർത്തുന്ന മോയ്സ്ചറൈസേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യുന്നത്. നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു, എന്താ പറയുക, കൂളിംഗ് സെൻസേഷനൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്, നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഇനി അടുത്തത് സൺസ്ക്രീനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡെർമാക്കോൻ്റെ സൺസ്ക്രീനാണ്. 1% ഹൈലറോണിക് ആസിഡ് വരുന്ന ഒരു സൺസ്ക്രീനാണ്. ഇത് ഞാൻ കുറേ വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും പ്രൊമോഷനായിട്ട് കിട്ടിയതാണ്, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം കൂടുതലും എനിക്കും സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെയാണ് ഇങ്ങനെ PR ആയിട്ട് കിട്ടാറുള്ളത്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പുറത്തുനിന്ന് അല്ലെങ്കിൽ എൻ്റെ പൈസ കൊടുത്തിട്ട് വേറെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഉള്ളത് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും യൂസ് ചെയ്ത് തീർത്തിട്ടാണ് പിന്നെ അടുത്തതിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ PR വന്നിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഈ സൺസ്ക്രീൻ ആണെങ്കിൽ തന്നെ ഒരു 3 വേരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടോ. ഡ്രൈ സ്കിന്നിന് പറ്റിയത്, ഓയിലി സ്കിന്നിന് പറ്റിയത്, അതുപോലെ നോർമൽ സ്കിന്നിന് പറ്റിയത്. എൻ്റെ ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ്, അപ്പോൾ അതിന് സ്യൂട്ടാവുന്ന ഒരു സൺസ്ക്രീനാണ് ഇത്. ഓക്കെ, ഈ ഒരു വേരിയൻറ്റ് വരുന്നത്. ബാക്കി ഡ്രൈ സ്കിന്നിന് പറ്റിയത് ഞാൻ കയ്യിലൊക്കെയാണ് കേട്ടോ അപ്ലൈ ചെയ്യാറ്. ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പോകാറുണ്ട്. കാരണം എൻ്റെ കയ്യിൽ സ്കിന്നൊക്കെ കുറച്ച് ഡ്രൈ ആണ്, ഫേസ് ഓയിലിയാണ്. അപ്പോൾ ഞാൻ സൺസ്ക്രീനായിട്ട് ഈ ഒരു ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ടോ, ഇത് ഏകദേശം ഒരു 2-3 മാസമായിട്ട് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ, അത്യാവശ്യം ഇത് തീരാറായിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തൊരു ബോട്ടിലും കൂടെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ.
അപ്പോൾ അത്യാവശ്യം സൺസ്ക്രീനൊക്കെ ഞാനിങ്ങനെ വാരി പൊത്തുന്നുണ്ട്. കാരണം നമ്മൾ ഉച്ചയ്ക്കാണ് ഫങ്ഷൻ. അപ്പോൾ നമുക്ക് അധികം വെയിൽ കൊള്ളേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബായി പോകുന്നുണ്ട്. ഒരു സ്റ്റിക്കിനെസ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു സൺസ്ക്രീനാണ് ഇത്. ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് സ്യൂട്ടാവുന്നതാണ് കേട്ടോ. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പിന്നെ ഞാനിവിടെ സൈഡിലൊരു മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങോട്ട് നോക്കി സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൺസ്ക്രീനും കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഫേസ് സിറംസ് ഒന്നും ഞാൻ പുറത്തു പോകുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. വെയിലടിക്കുമ്പോൾ ചിലപ്പോൾ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ സിറംസ് ഒന്നും കഴിവതും യൂസ് ചെയ്യാറില്ല. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. അതാ ഇവിടെ കുറച്ച് കുറ്റി പോലെ ഇങ്ങനെ കുറച്ച് ഹെയർസ് മുളച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ആക്കാം ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫേസ് റേസറാണ്. ഇത് അത്യാവശ്യം ഞാൻ യൂസ് ചെയ്ത് ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സ്മിറ്റണിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ട്രയൽ പ്രോഡക്റ്റ് ആയിട്ട് മേടിച്ചതാണ്. അതാകുമ്പോൾ നമുക്കിങ്ങനെ ഫുൾ സൈസ് വരുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനത്തെ കിട്ടും. ഇതിൻ്റെ അകത്താണെങ്കിൽ 3 ഫേഷ്യൽ റേസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ സ്മിറ്റണിയിൽ നിന്നാകുമ്പോൾ ഇങ്ങനെ 8 പ്രൊഡക്ട്സിനൊക്കെ ആയിട്ട്, അതായത് ഇതും വേറൊരു 7 പ്രൊഡക്റ്റൊക്കെ കൂട്ടിയിട്ട് 200 രൂപ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. 200 രൂപ 300 രൂപയൊക്കെ വരുന്നുള്ളൂ. സോ അത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു പാക്കിൽ നിന്ന് എടുക്കുന്നത്. സോ ഞാൻ ഒരു ഫേഷ്യൽ റേസർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഞാൻ വേറെ ഇപ്പോൾ ഒന്നും അങ്ങനെ മേടിക്കാറില്ല. കാർമസിയുടെ അത്യാവശ്യം കുറേ റിവ്യൂസ് ഒക്കെ കാണുന്നുണ്ട്. അതൊന്ന് മേടിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. നോക്കണം. പിന്നെ ഞാനിത് ഫോണിൽ നോക്കി ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ മിറർ ഇവിടെ സൈഡിൽ വെച്ചിട്ടാണ് നോക്കി ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐബ്രോസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം വന്നിട്ട് പ്രൈമറാണ്. ഡാസ്ലറിൻ്റെ ഒരു പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുഞ്ഞി പാക്കേജിംഗ് ആണ്. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പാക്കേജിംഗ് ആണ്. പിന്നെ അധികം ഹൈപ്പ് കൊടുത്ത് പറയാനൊന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഒരു പ്രൈമർ ആയിരിക്കും ഇത്. ഞാൻ പണ്ടൊന്നും ഇങ്ങനെ പ്രൈമറൊന്നും അധികം യൂസ് ചെയ്യില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു. പക്ഷേ ഈ പ്രൈമർ യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാതിരിക്കുമ്പോൾ തമ്മിലുള്ള മേക്കപ്പിൻ്റെ ആ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ ഫേസിലുള്ള ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ആണെങ്കിലും കറക്റ്റർ ആണെങ്കിലും എല്ലാ സാധനവും നമ്മൾ ചെയ്യുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ പ്രൈമറാണ്. അപ്പോൾ പ്രൈമർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോലെസ് മേക്കപ്പ് ഫിനിഷ് കിട്ടില്ല. നമ്മുടെ ഫേസിൽ എന്തായാലും കുറച്ച് കുത്തും കുഴിയും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് നല്ലൊരു സ്മൂത്ത് ഫിനിഷ് നമ്മുടെ മേക്കപ്പിന് തരുന്നത് ഈ പ്രൈമറാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് മേടിക്കണം കേട്ടോ. കാരണം അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട്. ഇത് ഇൻസൈറ്റിൻ്റെ ഒരു പാലറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കൺസീലർ വരുന്നുണ്ട്, കറക്റ്റർ വരുന്നുണ്ട്, കോണ്ടോർ വരുന്നുണ്ട്. എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാലറ്റാണിത്. നിങ്ങൾക്ക് എന്തായാലും എന്ത് തരത്തിലുള്ള മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലത്തെ എന്തെങ്കിലും പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തുള്ള കറക്റ്റർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതൊക്കെ കൺസീൽ ചെയ്യാനായിട്ടുള്ള കൺസീലർ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഡബിൾ ചിൻ അതുപോലെ ജോലൈനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുള്ള കോണ്ടോറും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നല്ലൊരു ക്യൂട്ട് പാക്കേജിംഗ് ആണ്. നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു പാക്കേജിംഗ് ആണ്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫാൻ പോലെയാണ്. കാരണം അത്രയും എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ, ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അടിപൊളിയാണ്. എല്ലാം ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ഇപ്പോൾ ഒരു കൺസീലർ അല്ലെങ്കിൽ ഒരു കറക്റ്റർ അല്ലെങ്കിൽ ഒരു കോണ്ടോർ മേടിക്കാൻ തന്നെ അത്യാവശ്യം നല്ല പൈസയാവും. ഇത് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. 240 രൂപ എന്തോ വരുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല ഇതിൻ്റെ അകത്ത് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ കറക്റ്റർ വരുന്നത്. അതുപോലെ കൺസീലർ വരുന്നുണ്ട്, കോണ്ടോർ വരുന്നുണ്ട്, പല ഷെയ്ഡ്സ് ആയിട്ടുള്ള കൺസീലേഴ്സ് വരുന്നുണ്ട് കേട്ടോ. സോ ഞാൻ ഇതിൽ നിന്ന് ഒരു ഓറഞ്ച് ഷെയ്ഡ്, അതായത് നമ്മുടെ കറക്റ്റർ എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനങ്ങനെ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ കൈ വെച്ച് തന്നെയാണ് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് മറ്റേ സ്പോഞ്ച് യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ എവിടെയോ കൊണ്ടുപോയി വെച്ചിട്ട് എനിക്കറിയില്ല ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ അധികം ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മുടെ ആ ഒരു ചുണ്ടിൻ്റെ ഏരിയ എനിക്ക് കുറച്ച് പിഗ്മെൻറ്റഡ് ആണ്. അതുപോലെ ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്
ഈ ഒരു കറക്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൈവച്ച് തന്നെ ഞാനൊന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറച്ചൊന്ന് മിനിമൈസ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ സ്കിൻ ടോൺ ആയിട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്തുള്ള കൺസീലറും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എവിടെയൊക്കെയാണോ കറക്റ്റർ യൂസ് ചെയ്തത് അവിടെയൊക്കെ ആ കൺസീലറും വെച്ച് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ആയിട്ട് ഏകദേശം മാച്ച് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ഈ ഒരു പാലറ്റിലെ കൺസീലറും കറക്റ്ററും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നല്ലൊരു കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസിന് എന്തായാലും സൂപ്പർ വർത്താണ്. ബിഗിനേഴ്സിനൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു പാലറ്റ് ആണ് കേട്ടോ. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മളിങ്ങനെ മേക്കപ്പ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രൈമർ ഇട്ട് നേരെ ഫൗണ്ടേഷനിലോട്ടായിരുന്നു ചാടിക്കൊണ്ടിരുന്നത്. ഇതിന്റെ ഇടയിലുള്ള കൺസീലറും കറക്റ്ററും നമ്മളങ്ങനെ യൂസ് ചെയ്യില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചു വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് NYBയുടെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ്. ഇത് നോക്കുകയാണെങ്കിൽ നല്ലൊരു വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഇൻഫാക്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നല്ല സുഖമായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. പക്ഷെ എനിക്ക് പറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഷെയ്ഡിനേക്കാളും ഒരു 2-3 ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരു 03 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡായിരുന്നു കേട്ടോ. ഇതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡായിരുന്നു ആക്ച്വലി വേണ്ടത്. പിന്നെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മുടെ ഷെയ്ഡിന് മാച്ച് ആവുന്ന ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഡാസ്ലറിന്റെ ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാലറ്റിലെ ഒരു ഫസ്റ്റ് കാണുന്ന ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു പാലറ്റ് ഞാൻ മീഷോയിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായത്. 80 റുപ്പീസോ 90 റുപ്പീസോ അങ്ങനെ എന്തോ വരുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ലതാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ബ്രഷും സ്പൂളിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വെച്ചിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കോംബ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മാസിന്റെ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് കേട്ടോ. 249 റുപ്പീസ് എന്തോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഈ ഒരു പ്രൈസിന് എന്തായാലും വർത്ത് ബൈയിങ് ആണ് കേട്ടോ. കുറെ ന്യൂഡ് ഷെയ്ഡ്സും ഗ്ലിറ്ററി ഷെയ്ഡ്സും ഒക്കെ വരുന്ന ഒരു പാലറ്റ് ആണ്. ആക്ച്വലി ഇത് ഞാൻ ഗിവ് അവേക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായത്. പക്ഷേ ലാസ്റ്റത്തെ ഓയിൽ ഒരു ഫസ്റ്റത്തെ ഒരു ഷെയ്ഡ് മിസ്സിംഗ് ആയിരുന്നു കേട്ടോ. മേ ബി താഴെ വീണപ്പോൾ എന്തെങ്കിലും പറ്റിയതായിരിക്കണം. ഇങ്ങനെ പൊടി പോലെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗിവ് അവേയിൽ ആഡ് ചെയ്യാതിരുന്നത് കേട്ടോ. പക്ഷേ പാലറ്റ് അടിപൊളിയാണ്, ഷെയ്ഡ്സും അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഡാസ്ലറിന്റെ ഐലൈനർ വെച്ചിട്ട് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. മുകളിലും താഴെ ഞാൻ ഐലൈനർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാജൽ യൂസ് ചെയ്യുന്ന പരിപാടിയൊക്കെ എനിക്ക് വളരെ റെയർ ആണ്. എനിക്ക് കണ്ണ് പെട്ടെന്ന് പരക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലും ഐലൈനർ ആണ് യൂസ് ചെയ്യാറ്. താഴെയൊക്കെ എനിക്ക് ഐലൈനർ വെച്ച് എഴുതി ശീലമുള്ളതുകൊണ്ട് കണ്ണിന്റെ അകത്ത് പോകാതെ എഴുതാനൊക്കെ ആയിട്ട് എനിക്ക് പറ്റും കേട്ടോ. പിന്നെ മസ്കാരയ്ക്ക് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു മെബിലിന്റെ കൊളോസൽ മസ്കാരയാണ്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് ഡാസ്ലറിന്റെ ഈ ഒരു മസ്കാരയാണ്. ഇപ്പോൾ ഞാൻ ഡാസ്ലറിന്റെ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നമ്മുടെ ലാഷസ് വോളിമൈസ്ഡ് ആക്കുന്നുണ്ട്, അതുപോലെ ലെങ്തനിങ്ങും ആക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മസ്കാരയാണ്, മറ്റൊരു നല്ലതാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ കുറച്ച് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രോക്ക് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. NYBയുടെ സ്ട്രോക്ക് ക്രീം ആണ് കേട്ടോ. ഈ NYBയുടെ സ്ട്രോക്ക് ക്രീമും നേരത്തെ കാണിച്ച NYBയുടെ ഫൗണ്ടേഷനും NYBയുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ഒക്കെ കൂടി ഒരുമിച്ച് ഞാൻ പേർപ്പിളിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. പിന്നെ പേർപ്പിൾ ആപ്പിൽ നിന്ന് സെയിം ബ്രാൻഡിന്റെ 2-3 പ്രൊഡക്ട്സ് ഒക്കെ ഒരുമിച്ച് മേടിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ അഡീഷണൽ ഡിസ്കൗണ്ട്സും ഓഫേഴ്സ് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാണ്. പിന്നെ ഇതാ ഈ ഒരു ലിപ്സ്റ്റിക് എൻ്റെ കറന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഫുഡ് കഴിക്കുന്ന എന്തെങ്കിലും പരിപാടിക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിട്ടിട്ട് ധൈര്യമായിട്ട് പോയി ഫുഡ് കഴിക്കുക, അനങ്ങത്തില്ല കേട്ടോ. ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, സ്പഞ്ച് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. 250 റുപ്പീസിനൊക്കെ താഴെയാണ് വരുന്നത്. എന്തുകൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടൊന്ന് എടുത്ത് നിൽക്കുന്ന ഷെയ്ഡൊക്കെ പോലെ തോന്നും. പക്ഷേ ട്രസ്റ്റ് ദ പ്രോസസ്. അതൊന്ന് ഡ്രൈ ആവാനായിട്ട് കുറച്ച് ടൈം കൊടുക്കുക കേട്ടോ. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുള്ള ഷെയ്ഡ് അടിപൊളിയാണ്. വാഷ് ഔട്ട് ആവാതെ എല്ലാ സ്കിൻ ടോണും സ്യൂട്ട് ആവുന്ന ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്ക് അതിന്റെ ഷെയ്ഡ് അടക്കം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മുടെ NYBയുടെ നേരത്തെ കാണിച്ച ആ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് മൊത്തം ഒന്ന് മേക്കപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒലിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു കല്ലിന്റെ പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പരിപാടിയാണ് നമ്മൾ മേക്കപ്പിൽ വരുന്നത്. ഇനി എനിക്ക് ഏറ്റവും ടാസ്ക് വരുന്നത് എൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് കേട്ടോ. എൻ്റെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആണ്, അതുപോലെ ഹെയർ ഭയങ്കര ഓയിലിയാണ്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ. കുറേ ഞാൻ യൂട്യൂബിൽ നോക്കി ഹെയർ സ്റ്റൈലൊക്കെ പഠിക്കും. ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞതാ ഇതുപോലെ എല്ലാം കൂടെ വലിച്ചു വാരി മുകളിലോട്ട് കെട്ടി ഫ്രണ്ടിലെ 2 മുടി ഇതുപോലെ ഇടലാണ് പതിവ്. പക്ഷെ എപ്പോഴും ചെയ്യുന്നതായതുകൊണ്ട് കുറച്ചൊന്ന് മാറ്റി പിടിക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.